ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആകാശത്തുള്ളവരാരാണ് സഹോദരാ? പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ആകാശത്തുള്ളവർ സർവരും നിന്നെ കുറിച്ച് അറിയുമേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ആകാശത്തുള്ളത് ആരാണെന്ന് ചിന്തിക്കേണ്ട മുഅ്മിനേ, റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, ഫിസ്സമാഇ മൗളിഉ ഖദമി ഇല്ലാ വഫീഹാ മലായിക. ആകാശലോകത്ത് ഒരു ചവിട്ടടിക്ക് സ്ഥലമില്ല സാബ. മാഫിസ്സമാഇ മൗളിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. ആകാശലോകത്തൊരു ചവിട്ടടി വെക്കാൻ സ്ഥലമില്ല. ഓരോ ചവിട്ടടിയിലും മലക്കുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അഥവാ കോടാന 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 മലക്കുകൾ നിന്നെ കുറിച്ച് നിന്റെ ഫുൾ ഹിസ്റ്ററി അറിയുമേ. നീ മനസ്സിലാക്കരുത് നീ ഒരു സാധാരണ വ്യക്തിയാണെന്ന് ഓർക്കരുത്. നീ മുഅ്മിനാണ് എങ്കിൽ നിനക്കുള്ള പവർ ചെറുതല്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നീ മോമിനാണ് എങ്കിൽ നിനക്ക് അല്ലാഹു നൽകുന്ന പവർ ഇതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ. ഈ ഭൂമിയിൽ നിന്നെ നിസ്സാരനായി കാണും, നിന്നെ ജനങ്ങൾ നിസ്സാരനായി കാണും, ഒരു സാധാ സീതാ മനുഷ്യരായി കാണും. പക്ഷേ നീ നിസ്കരിക്കുന്നുണ്ട്, നീ നോമ്പ് പിടിക്കുന്നുണ്ട്, നീ സകാത്ത് കൊടുക്കുന്നുണ്ട്, നീ ഹജ്ജ് ചെയ്യുന്നുണ്ട്, നീ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, നീ ദീനിന്റെ സഹായകമായി വർത്തിക്കുന്നുണ്ട്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അജയ്യ പ്രവർത്തകനായി നിലകൊള്ളുന്നുണ്ട്. ഇതിലൂടെ നിനക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല. നീ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യനായി തീരുകയാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അങ്ങനത്തെ ഒരു മുഅ്മിനായ മനുഷ്യനാണ് നമ്മൾ, ഒരു സാധാരണ മനുഷ്യനല്ല. ഇൻസാൻ എന്ന വാക്കിന്റെ അർത്ഥം അതിന് പിടിക്കപ്പെട്ടത് മുസ്തഖും മിൻ നിസിയാൻ എന്ന് ഒരു പണ്ഡിത ഭാഷ. നിസിയാൻ എന്ന് പറഞ്ഞാൽ മറക്കുന്നവൻ. അവ ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യൻ മാത്രമല്ല, മനുഷ്യൻ സമൂഹത്തിൽ വസിക്കുന്ന മനുഷ്യരാണ്. മനുഷ്യര് മാത്രമല്ല, ഒന്നുകൂടി പദവി നമുക്കുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ പവറുള്ള ഈമാൻ പുൽകപ്പെട്ടതായ ഒരു വ്യക്തിത്വമാണ് നമ്മൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈമാൻ പുൽകാതെ മരിക്കരുത് എന്ന് ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാരണം. ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലയോ വിശ്വസിച്ചവരെ, ഖുർആനിൽ വിശ്വസിച്ചവരെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, അവന്റെ പ്രവാചകരിൽ വിശ്വസിച്ചവരെ, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ച റബ്ബിനെ പേടിക്കണ്ടെന്ന് പ്രകാരം പേടിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈമാൻ പുൽകാതെ, വിശ്വസിക്കാതെ, ഈമാൻ ഊരപ്പെടുന്നവരായി ഈ ലോകത്ത് നിന്ന് നിങ്ങൾ വിട പറയരുതേ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ, ഈമാൻ ഇല്ലാതെ മരിക്കരുതേ. ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന വാക്കാണ്. ഈമാൻ അത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരുമാറാവട്ടെ. ഉറക്കെ പറയുന്ന അല്ലാഹു നിലനിർത്തി തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എത്ര ആളുകൾ മുഅ്മിനായും ജീവിക്കുന്നു, അവസാനം മരിക്കുമ്പോൾ കാഫിറായി മരിക്കുന്നു. എത്ര ആളുകൾ ഈമാനില്ലാതെ ഈ ലോകത്തേക്ക് കടന്നു വന്നു, പക്ഷെ മരിക്കുമ്പോൾ ഈമാൻ പുൽകി രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗം പുൽകി മരിക്കുന്നു. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. അതിലേറ്റവും മർമ്മപ്രധാനമായ കടപ്പാട് ബാധ്യതയും അവന്റെ മാതാപിതാക്കളോടാണ്, അവന്റെ ഉപ്പയോടാണ്, അവന്റെ ഉമ്മയോടാണ്. മാതാപിതാക്കളെ ഗൗനിക്കണേ, ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യനെ കടന്നു വന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഇന്ന അബവയ്യ ബലഗാ മിനൽ കിബർ, എന്റെ മാതാപിതാക്കൾ പ്രായാധിക്യമെത്തി നബിയേ, പ്രായം ചെന്നവരാണ് മാതാപിതാക്കൾ. വ ഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ്ഗരി, എന്റെ മാതാപിതാക്കൾ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് വേണ്ടി നൽകിയ സ്നേഹത്തിന് പകരമായി ഇന്നവർ പ്രായാധിക്യം ചെന്നിരിക്കുകയാണ്. അവർക്ക് ഞാൻ ഭക്ഷണം നൽകുന്നുണ്ട് നബിയേ, അവർക്ക് ഞാൻ പാർപ്പിടം കൊടുക്കുന്നുണ്ട് നബിയേ, അവർക്ക് ഞാൻ വസ്ത്രം നൽകുന്നുണ്ട് നബിയേ, അവർക്ക് ഞാൻ ഭക്ഷണം നൽകുന്നുണ്ട് നബിയേ, അവർക്ക് ഞാൻ പാനീയം കൊടുക്കുന്നുണ്ട് നബിയേ, അവർക്ക് ഞാൻ സ്നേഹം നൽകുന്നുണ്ട് നബിയേ. ഫഹൽ ഖളൈതു ഹഖ്ഖഹുമാ, എന്റെ മാതാപിതാക്കളോടുള്ള ബാധ്യത പരിപൂർണമായി നിർവഹിച്ചവനായി എന്നെ ഉൾപ്പെടുത്തുകയില്ലയോ? നല്ല ചോദ്യമാണ്, നല്ല ചോദ്യം. നമ്മളിൽ പലർക്കും അകത്തളങ്ങളിൽ തികട്ടി നിൽക്കുന്ന, ചോദിക്കണമെന്ന് ആശിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. നാട്ടിൽ തന്നെ നല്ല കച്ചവടമുള്ള ആളുകൾക്ക്, നല്ല ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളുകൾക്കൊക്കെ മനസ്സിലുണ്ടാകും, പണ്ട് എന്റെ ഉപ്പ എനിക്ക് തന്നത് കഞ്ഞിയും പേറൊക്കെയാണ്, ഇപ്പൊ ഇന്ന് വാപ്പാക്ക് ഞാൻ കൊടുക്കുന്നത് മനോഹരമായ വീടും നല്ല കോൺക്രീറ്റ് സൗധത്തിൽ റാഹത്തായി ജീവിക്കുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല വസ്ത്രം കൊടുക്കുന്നു, നല്ല വാഹനം കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാപ്പായോടും ഉമ്മയോടുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടില്ലേ എന്ന് ചിന്തിക്കുന്ന പല ആളുകളുണ്ടാകും. അവർക്ക് ഉപയുക്തമാണ് ഈ ചോദ്യവും അതിനുള്ള മറുപടിയും. നല്ലതുപോലെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ചോദ്യം. ഒരു ചെറുപ്പക്കാരന്റെ ചോദ്യമാണ്. ഇന്ന അബവയ്യ ബലഗാ മിനൽ കിബർ വ ഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ്ഗരി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ചോദ്യം. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്, പ്രായം ചെന്ന മാതാവും പിതാവുമുണ്ട്. രണ്ടുപേരും ചെറുപ്പത്തിൽ എന്നെ ഒരുപാട് സ്നേഹം നൽകിയതാണ്, എന്നെ നല്ല രീതിയിൽ നോക്കിയതാണ് റബ്ബിയേ. വ ഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ്ഗരി. അവർ ചെറുപ്പത്തിൽ എന്നെ നോക്കിയതിന് പകരമായി ഞാൻ അവർക്ക് ഇന്ന് ഭക്ഷണം നൽകുന്നുണ്ട്, പാർപ്പിട സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഭക്ഷണങ്ങൾ നൽകുന്നുണ്ട് നബിയേ. ഫഹൽ ഖളൈതു ഹഖ്ഖഹുമാ, എന്റെ മാതാവിനോടും പിതാവിനോടുമുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടില്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, എന്റെ ശബ്ദം ശ്രവിക്കുന്ന വല്ലപ്പുഴയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണല്ല, ഇല്ല മോനെ, ഇല്ല മോനെ, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ചെയ്യുന്ന സേവനം അവർ ചെറുപ്പത്തിൽ നിനക്ക് വേണ്ടി ചെയ്തതിന് പകരമായി നീ അവർക്ക് ഇന്ന് കൊടുക്കുന്ന സേവനം ഒരിക്കലും തന്നെ പകരം വെക്കാൻ പറ്റൂല. എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അതിന് കാരണം പറയുകയാണ്. ഫഇന്നഹുമാ കാനാ യഫഅലാനി ദാലിക വഹുമാ തുഹിബ്ബാനി ബഖാക. നിന്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ചെറുപ്പത്തിൽ സ്നേഹം നൽകിയത്, നിനക്ക് പനിച്ചപ്പോൾ നിന്റെ കൂടെ പനിച്ചു കിടന്നത്, പാതിരാത്രി സമയമായിട്ടും നിന്നെ പനി വിടാതെ വന്നപ്പോ ഡോക്ടറിന്റെ അടുക്കലേക്ക് തണുത്ത രാത്രിയിൽ ഓടിയത്, ഉള്ള ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചിട്ടായാലും എന്റെ പൊന്നമോന്റെ രോഗം ശമനം വരണേ എന്നുദ്ദേശിച്ചത്,
പൊന്നുമോൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാതിരുന്നപ്പോ കൂടെ കഴിക്കാതെ നിലകൊണ്ട പാവപ്പെട്ട ഉമ്മ, സുഖമില്ലാതിരിക്കുന്ന സമയത്ത് നീയമായി തുറക്കമൊടിച്ചിരുന്ന പാവപ്പെട്ട മാതാപിതാക്കൾ, അവർ ലക്ഷ്യം വെച്ചത്, അവർ ഉദ്ദേശിച്ചത് എന്നെന്നും എന്റെ പൊന്നുമോൻ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കണമെന്നാണ്. പക്ഷേ അന്ത തഖ്ദിമുലഹുമാ തുരീദു മൗതഹുമാ. ഇന്ന് മക്കളാകുന്ന നിങ്ങൾ ആ മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കുന്നത് തുരീദു മൗതഹുമാ, അവരുടെ മരണം ലക്ഷ്യം വെച്ചിട്ടാണ്. എങ്ങനെയെങ്കിലും ഈ വാപ്പ മരിച്ചിരുന്നോ, ഈ ഉമ്മ മരിച്ചിരുന്നോ എങ്കിലെന്ന് കരുതിക്കൊണ്ട് ഖിദ്മത്തെടുക്കുന്നവരാണ്. അതുകൊണ്ടല്ലേ വാപ്പ ഷുഗർ പിടിച്ച് കഴിയുകയാണ്, മാസങ്ങളായി ചെക്കപ്പിനെടുക്കാൻ വേണ്ടി പറയുന്നു. ഉമ്മ ഇതാ യൂട്രസിൽ മുഴയാണ്, ഉമ്മയ്ക്കിതാ മാരകമാകുന്ന ബുദ്ധിമുട്ടാണ്, മാരകമാകുന്ന അസുഖങ്ങളാ. സുഖമില്ലാതെ കിടക്കുന്ന പാവപ്പെട്ട ഉമ്മയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഡേറ്റ് എത്തിയിട്ട് കൊണ്ടുപോകാൻ മടിക്കുന്ന മക്കളല്ലയോ, അതിന് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരല്ലയോ, യുവാക്കളല്ലയോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര ശരിയാണ്, ശരിയാണ്. നിനക്ക് അസുഖം വന്നപ്പോ നിന്റെ മാതാപിതാക്കൾ ഉറക്കമഴിച്ച് നിനക്ക് വേണ്ടി അവരുടെ സമയങ്ങൾ നീക്കിവെച്ച്, അവരുടെ ജോലി തിരക്കുകൾ മുഴുവൻ നീക്കിവെച്ച് സുഖമില്ലാതെ കിടക്കുന്ന പൊന്നുമോന്, എന്റെ ശരീരത്തിൽ നിന്ന് മാംസതളമാകുന്ന ശരീരത്തിന്റെ ഭാഗം ഏതെങ്കിലും ഒന്ന് വേണമെന്ന് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത് തുടയിലെ ഒരു മാംസമാണെങ്കിലും കത്തി കൊണ്ട് മുറിച്ചെടുക്കാൻ ഡോക്ടറോട് ഒരു മടി കൂടാതെ പറയുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളല്ലയോ. എന്നാൽ ഈ മാതാവ് സുഖമില്ലാതെ കിടക്കുമ്പോ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ചെറുപ്പക്കാരെ, അന്ത തുരീദു മൗതഹുമാ, മാതാപിതാക്കളുടെ മരണമാണ് നീ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നിന്റെ ഖിദ്മത്ത് ഒരിക്കലും പരിപൂർണമാവുകയില്ല. അഥവാ അവർ ചെയ്ത സേവനങ്ങളും നീ ചെയ്ത സേവനങ്ങളും കൂടി ത്രാസിലിട്ട് തൂക്കിയാൽ അവർ ചെയ്ത സേവനങ്ങളാണ് എപ്പോഴും ഭാരം കൂടുതൽ ഉണ്ടാവുക. നിന്റെ സേവനങ്ങൾ എപ്പോഴും ഉയർന്നിരിക്കും, ത്രാസിൽ ഭാരം ഉണ്ടാവൂല. അവരുമായിട്ട് തുലനം ചെയ്തു നോക്കാൻ പറ്റൂല. പണ്ട് നമ്മൾ കുടില്ല കഴിഞ്ഞിരുന്നത്, ഇന്നിപ്പോ നല്ല വാർക്ക് കെട്ടിടത്തിൽ, കോൺക്രീറ്റ് സൗധത്തിൽ നല്ല ഭക്ഷണം, കുഴിമന്തി ഇടയ്ക്കിടയ്ക്ക് വാപ്പാക്ക് പെരിന്തൽമണ്ണ പോയി വാങ്ങിച്ചു കൊടുക്കും റാഹത്തായിട്ട്. വാപ്പാക്ക് നല്ല സുഖം. പണ്ട് വാപ്പ കുഴിമന്തിയിട്ട് അതിനകത്ത് കഞ്ഞി കഴിച്ചിട്ട് നമുക്ക് തന്നോണ്ടിരുന്ന അതോ ഉള്ളായിരുന്നു. ഇപ്പൊ വാപ്പാക്ക് എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുത്തു. അതുകൊണ്ട് വാപ്പാക്ക് പകരം വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്ന് നീ കരുതണ്ട, ഒരിക്കലും ഇല്ല. വാപ്പായും ഉമ്മായും ചെയ്ത സേവനങ്ങൾക്ക് പകരമായി നീ എന്ത് ചെയ്താലും പകരം വെക്കാൻ പറ്റൂല, പകരം വെക്കാൻ പറ്റൂല. അത് മനസ്സിലായിക്കും. കൂലി കിട്ടുമോ? അത് കിട്ടും. അത് നിന്റെ നിയ്യത്തനുസരിച്ച് കൂലി കിട്ടും. നാട്ടുകാരെ കാണിക്കാൻ ലക്ഷ്യം പോയി ഖലാസ്. ഹജ്ജിന് വേണ്ടി കൊണ്ടുപോയി, ഉംറയ്ക്ക് കൊണ്ടുപോയി, നാട്ടുകാരോട് പറഞ്ഞു നടക്കുക, ഞാൻ എന്റെ വാപ്പായ ഹജ്ജിന് കൊണ്ടുപോയി, ഉംറയ്ക്ക് കൊണ്ടുപോയി, ഞാൻ അത് ചെയ്യിച്ചു, ഇത് ചെയ്യിച്ചു, ഊതുമലയുടെ മോളിൽ കയറ്റി. ഒരു കാര്യമില്ല, ഫായിദ. പറഞ്ഞു കൊടുക്കുന്നവന് ഒരു പ്രയോജനം ഇല്ല കേട്ടോ. ആഖിറത്തിൽ ഭയങ്കര ശിക്ഷയാണ്. ദുനിയാവിൽ ഒരു കാര്യം ചെയ്തിട്ട്, നന്മ ചെയ്തിട്ട് അത് 10 പേരോട് പറഞ്ഞു നടക്കുന്നവന് ഭയങ്കര ശിക്ഷയാണ്. 3 കൂട്ടർക്ക് ഭയങ്കര ശിക്ഷയുണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. ഉറക്കാമയും പറയും, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ثلاثة لا يكلمهم الله يوم القيامة ولا ينظر إليهم ولا يزكيهم ولهم عذاب أليم. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 കൂട്ടർ നാളെ മഹ്ശറിൽ ഖേദിക്കേണ്ടി വരുമത്രേ. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു അവരോട് കരുണയോടുകൂടി സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, കരുണയുടെ നോട്ടം അല്ലാഹുവിലേക്ക് നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ അല്ലാഹു പരിശുദ്ധിപ്പെടുത്തുകയില്ല.
വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ ഇത് പറയുന്നത് കേട്ടപ്പോൾ ഉടനെ നബിയോട് പറയുകയാണ്, ഖാബൂ ഖസിറൂ യാ റസൂലല്ലാഹ്, പരാജയപ്പെട്ടല്ലോ നബിയേ, പരാജയപ്പെട്ടല്ലോ നബിയേ. ആ മൂന്ന് കൂട്ടർ തീർച്ചയായും പരാജയത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടല്ലോ നബിയേ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് ആ മൂന്ന് കൂട്ടർ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ആദ്യമായി പ്രവാചകൻ പറഞ്ഞത് അൽ മുസ്ബിലൂ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരില്ലയോ, പാടില്ല പാടില്ല. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പ്രത്യേകമായ ശിക്ഷയാണ്, ശിക്ഷയാണ്. വലഹും അദാബുൻ അലീം, പടച്ച റബ്ബ് വേദനാജനകമായ ശിക്ഷ അവർക്ക് നൽകുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാൻസ് ധരിക്കുന്ന ചെറുപ്പക്കാർ, തുണി ഇപ്പോഴും നിലത്തൂടി വലിച്ചഴച്ചുകൊണ്ട് നടക്കുന്ന യുവാക്കൾ, പ്രായം ചെന്നവർ, എത്ര വാത് പറഞ്ഞാലും കേൾക്കാതെ അത് ജീവിതത്തിൽ അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവര് നാളെ മഹ്ശറിൽ ഖേദിക്കേണ്ടി വരും. വലഹും അദാബുൻ അലീം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. വേദനാജനകമായ ശിക്ഷയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സംഭവമൊന്നുമില്ല, ദുനിയാവിൽ കുറഞ്ഞ കാലയളവിൽ ജീവിച്ചിട്ടുള്ളൂ. ആ സമയത്ത് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചു കടന്നു. അതുകൊണ്ട് ആഖിറത്തിൽ വലിയ ശിക്ഷ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. വേദനാജനകമായ ശിക്ഷയെന്ന് പറഞ്ഞത് നരകത്തെ കുറിച്ചാണ് എങ്കിൽ, നരകത്തിലെ അദാബാണ് എങ്കിൽ, നഊദു ബില്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഭയങ്കരമാണ് നരകം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അനുയായികൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയെ കുറിച്ചൊന്ന് പറഞ്ഞു തരണേ റസൂലേ. ഏറ്റവും വലിയ ശിക്ഷ ഒന്ന് പറയണേ റസൂലേ. നരകത്തിൻ്റെത് ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്ക്. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ സ്വഹാബത്ത് ചോദിച്ചു വന്നു ഒരിക്കൽ. വേദങ്ങൾ പറഞ്ഞു, നരകത്തിലെ വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല, നരകത്തിലെ ഏറ്റവും ചെറുത് പറഞ്ഞു തരാം. വലുത് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ താങ്ങാൻ പറ്റൂല, നിങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സഹാബത്തിനോടാണ് പറയുന്നത്. അവരാണ് ഈമാനുള്ള ആളുകൾ. നമുക്ക് എന്ത് പറഞ്ഞാലും താങ്ങാനുള്ള ശേഷിയുണ്ട്, ഒരു കുഴപ്പമില്ല. കാരണം ഈമാൻ അല്ല ഈമാൻ യസീദ് വയൻകുസു എന്ന് സഹീഹുൽ ബുഖാരിയിൽ ബാബ് ഇട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആ കോലത്തിലാണ് നമ്മുടെ അവസ്ഥ. കുറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെയും കൂടും, പിന്നെയും കുറയും, പിന്നെയും കൂടി. ഇത് തന്നെ. അള്ളാഹു കാമിലായ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കാമീൻ പറയും. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഈ ഒരുമിച്ചൂടൽ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഈ നൽകുന്ന സ്വതക്കകൾ നീ സ്വീകരിക്കണേ അല്ലാ. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുള്ളവരുണ്ട്, പരിപൂർണ്ണ ശമനം നൽകണേ അല്ലാ. ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. സാലിഹീങ്ങളാകുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളും ഹാഫിദീങ്ങളും ആക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ചോദിച്ചു വന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറുത് പറഞ്ഞു തരാം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, നല്ല ശ്രദ്ധയുണ്ടാവണം. പലതും ബന്ധിപ്പിച്ചാണ് ഞാൻ പോകുന്നത്. തിരിച്ചു വരുമ്പോ ഓ ഇതെന്താന്ന് കണക്ഷൻ ഇല്ലാതെ എന്ന് വിചാരിക്കരുത്. ഞാൻ തിരിച്ചു വരും, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ.
നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പറഞ്ഞു തരാം സ്വഹാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്. ഇന്നഹു അന അഹ്ലിന്നാരി അദാബാ മല്ലഹു നഅലാനി വശറാഖാൻ മിന്നാർ. സഹാബാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്. ഇന്നഹു അനാഗിലിന്നാരി അദാബാ. നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ സാബത്തേ? മല്ലഹു നഅലാനി വശറാഖാൻ. നരകത്തിലേക്ക് കടന്നാലുടനെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ തീയിനാൽ പടക്കപ്പെട്ട രണ്ട് ചെരുപ്പ് അവന്റെ കാലിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. നഅലാനി വശറാഖാനി മിന്നാർ. തീയാൽ പടക്കപ്പെട്ടതാകുന്ന ബാത്റൂമിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ നീ ബാത്റൂമിൽ ടോയ്ലറ്റിൽ ധരിക്കുന്നതായ രണ്ട് വള്ളികളുള്ള ഹവായി ചെരുപ്പ് നീ കണ്ടിട്ടില്ലയോ സഹോദരി? നീ പരിചയപ്പെട്ടിട്ടില്ലയോ സഹോദര? രണ്ട് വള്ളികളുള്ള അത്തരത്തിലുള്ള ചെരുപ്പ്, തീയാൽ പടക്കപ്പെട്ട ചെരുപ്പ് നിന്റെ കാലിലേക്ക് ഇട്ട് തരുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സഹാബത്തേ സഹാബത്തേ, ആ ചെരുപ്പിട്ട കാരണത്താൽ അതിന്റെ ചൂടിന്റെ പ്രഭ വരുകയാണ്. അവന്റെ മുട്ടിലൂടെ കടക്കുകയാണ്, അവന്റെ തുടയിലൂടെ കടന്നു വരുകയാണ്, അവന്റെ ആമാശയത്തിലൂടെ കടന്നു വരുകയാണ്. അവന്റെ തലച്ചോറിനുള്ളിലേക്ക് അതിന്റെ ചൂട് കടന്നു വരുമത്രേ. തലച്ചോറ് വെന്തുരുകി പുറത്ത് ചാടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ്. നരകത്തിലെ വലുത് കേൾക്കാൻ കഴിയില്ല സാബ. നരകത്തിലെ ഏറ്റവും ചെറുതാണ് പറയുന്നത് സാബത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ചെറിയ ശിക്ഷ പെട്ടപ്പോൾ തന്നെ സ്വഹാബത്തിൽ പലരും വാവിട്ട് നിലവിളിക്കുകയാണ്. വാ കർബതാ വാ ഹസറതാ, ദുഃഖമേ വിരഹമേ, പടച്ചറപ്പേ നരകം ഇത്ര വലിയ പ്രയാസമാണോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. പടച്ചറപ്പേ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. യുഗ്ലാ മിൻഹാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജലു. കറി വെക്കുന്ന ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുമ്പോ അതിലിതാ കടുകിടുമ്പോ പൊട്ടിത്തെറിക്കുന്നത് പോലെ നിന്റെ ചെരുപ്പിന്റെ ചൂടിന് കാരണമട്ടാൽ, നിന്റെ കാലിലേക്ക് നീയിട്ട ചെരുപ്പിന്റെ ചൂടിന് കാരണത്താൽ നിന്റെ തലച്ചോറ് വെന്തുരുകി പുറത്ത് ചാടുമേ ചാടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണെന്നിരിക്കെ ആ നരകത്തിലേക്ക് കടക്കാൻ കഴിയുമോ സഹോദര? 3 കൂട്ടർ നാളെ മഹ്ശറിൽ ഖേദിക്കേണ്ടി വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാണ് നബിയേ? ആരാണ് നബിയേ? വേദനാജനകമായ ശിക്ഷയേറ്റ് വാങ്ങേണ്ടവർ ഹാബു വഖസിറു യാ റസൂലല്ലാഹ്. അവരെ പരാജയപ്പെട്ടല്ലോ നബിയേ, അവരെ പരാജയപ്പെട്ടല്ലോ നബിയേ. ആരാണ് എന്ന് അബൂദർ ഗിഫാരി തങ്ങൾ നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി, സ്വഹാബാ സഹാബാ അൽ മുസ്ബിലു, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷനാണ്. സ്ത്രീകളോടല്ല ഈ അധ്യാപനം. സ്ത്രീകൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കണമെന്നാണ് നബി തങ്ങൾ പറഞ്ഞില്ലയോ? തുർഹി ശിബ്റം മിന സൗബി. അല്ലയോ സ്ത്രീ സമൂഹമേ, സ്ത്രീ സമൂഹമേ, സ്ത്രീകളെ, നിങ്ങൾ 3/4 ഇട്ടുകൊണ്ട് റോഡരികൾ കറങ്ങരുത്, ബീച്ച് റോഡുകൾ കറങ്ങരുത്, പരപുരുഷന്മാര് നിൽക്കുന്ന സ്ഥലത്ത് കടക്കരുത്. നിങ്ങൾ ഒരിക്കലും നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാതെ അന്യ പുരുഷന്റെ മുന്നിൽ നിലകൊള്ളരുത്. തുർഹി
ശിബറം മിന സൗബി, നിര്യാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിരണേ. ഫഖാലൂ, ഉടനെ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞങ്ങളുടെ ഭാര്യമാര് ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നവരാണ്, ഞങ്ങൾക്കാകെയുള്ള വാഹനം ഒട്ടകമാണ്. ഒട്ടകക്കട്ടിലേക്ക്, അതിന്റെ ഹൗദജിലേക്ക്, അതിന്റെ കൂടാരത്തിലേക്ക് ഞങ്ങളുടെ ഭാര്യമാരെ കാലെടുത്ത് വെക്കുമ്പോ താഴെ നിന്നവർ ചവിട്ടുപടിയിലേക്ക് കയറുമ്പോ അവരുടെ കാൽഭാഗം, അവരുടെ കണങ്കാലിനെ താഴോട്ട് അന്യപുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട് നബിയെ. ഒരു ചാൻ താഴ്ത്തിയിട്ടാലും, ഒരു ചാൻ വസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യപുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട് നബിയെ, ഒട്ടകത്തിന്റെ പുറത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോഴെന്ന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി, ചൂരക്കോടുള്ള വല്ലപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാര് കാതുകൊടുത്ത് കേൾക്കണേ, പഠിക്കണേ, ജീവിതത്തിൽ ഉൾക്കൊള്ളണേ, അമൽ ചെയ്യണേ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാൽ അന്യരാകുന്ന പരപുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ പെങ്ങളെ, പെങ്ങളെ, ഒരു മുഴം കൂടി താഴ്ത്തിയിടണേ. ഇത് പഠിപ്പിച്ച പ്രവാചകനാണ് ഹബീബായ റസൂലുള്ളാഹി. ആ പ്രവാചകന്റെ അനുയായികളാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികളിൽ മുസ്ലിം സഹോദരിമാര് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കണം. ഇസ്ലാമിക നിയമം അതാണ്. ശാഫി മദ്ഹബിൽ ഉലമാക്കൾ ഏറ്റവും തഈദാക്കി പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. പുരുഷന്മാരുടെ വിഷയമാണ് ഇവിടെ പറയുന്നത്. നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിച്ചാൽ, അല്ലയോ സഹോദര, നാളെ നീ മഹ്ശറിൽ ഖേദിക്കേണ്ടി വരുമേ. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ നാളെ അവർക്കുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ വാത് കേട്ടിട്ടും ഇനിയും തുണി താഴ്ത്തിയിട്ടുണ്ട് നടക്കുന്നവനെ പിന്നെ എന്ത് പറയാനാ? അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രായം ചെന്ന ആളുകളെ ശ്രദ്ധിക്കണം, ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം. തുണി കൊടുത്തു കൊടുക്കുമ്പോഴേ ഈ രീതി കൊടുത്തു കൊടുക്കുക. നെരിയാണിക്ക് താഴോട്ട് ചുള്ളന്മാര്, ചെക്കന്മാര്, കുണ്ടന്മാരൊക്കെ ഈ കോലത്തിലാണ്. പറയാതിരിക്കുന്നവന് അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ വേണ്ടേ? കാവല് വേണ്ട, ഉറക്കാമയും പറയും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാലിഹ്യങ്ങൾ അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നിഅമൽ അബ്ദു ഹുറൈമുൽ അസദി ലൗലാ തൂലു ജുമ്മതിഹി വഇസ്ബാലു ഇസാരിഹി. ഹദീസ് പറയുകയാണെങ്കിൽ ഡസൻ കണക്കിന് ഓതേണ്ടി വരും, സമയമില്ല, വിഷയത്തിൽ നിന്ന് തെന്നും. നബി തങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞൊരു ഡയലോഗാണ്, നിഅമൽ അബ്ദു ഹുറൈമുൽ അസദി ലൗലാ തൂലു ജുമ്മതിഹി വഇസ്ബാലു ഇസാരി. എത്ര നല്ല മനുഷ്യനാണ് ഹുറൈമുൽ അസദി എന്ന കുട്ടി. അവൻ നെരിയാണിക്ക് താഴോട്ടുള്ള വസ്ത്രവിധാനം നടത്താതെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അവന്റെ മുടിയുടെ നീളമൊന്ന് കുറച്ചിരുന്നെങ്കിൽ അവനേക്കാൾ നല്ല കുട്ടി ഇവിടെ ഇല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഫബലഗ ദാലിക ഖുറൈമുൽ അസദി. ഏതോ ഒരു സഹാബി എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പറഞ്ഞു, ഡേ, നിങ്ങളെ കുറിച്ച് നബിക്ക് നല്ല അഭിപ്രായമാണ്, നല്ല അഭിപ്രായമാണ്. കാരണം എന്താ? പോസിറ്റീവ് സ്ട്രോക്ക് ഇട്ടാണ് നബി പറഞ്ഞിരിക്കുന്നത്. നിഅമൽ അബ്ദു ഹുറൈമുൽ അസദി എന്നാണ് പറഞ്ഞത്. എത്ര നല്ല കുട്ടിയാണ് ഹുറൈമുൽ അസദി എന്ന ചെറുപ്പക്കാരൻ. രണ്ട് കാര്യം നന്നാക്കിയാൽ മതി. ഒന്നവന്റെ തുണി ഒന്ന് നെരിയാണിക്ക് മുകളിലോട്ടൊന്ന് കൊണ്ടുവന്നാൽ മതി, കണങ്കാലിന്റെ മുകളിൽ. രണ്ട്, മുടിയൊക്കെ ഒന്ന് നീട്ടി വളർത്തുന്ന പരിപാടി നിർത്തി ഒന്ന് ശരിയാക്കി ഒന്ന് വെട്ടിയിരുന്നെങ്കിൽ അവനേക്കാൾ നല്ല കുട്ടി വേറൊന്നുമില്ല. അങ്ങനെ വേണം നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ. ഇന്നിപ്പോ സ്കൂൾ അവധി നടക്കുന്ന സമയത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ക്ലാസ്സുകളുണ്ട്, സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ. ഇതൊക്കെ നടത്തുന്നവരൊക്കെ ഏതാ പഠിച്ചേക്കുന്നത്? ഇതുപോലുള്ള ഹദീസുകളുടെ അർത്ഥങ്ങളും ആ ചിന്തകളിൽ നിന്ന് ഉടലെടുത്ത സംഭവവികാസങ്ങളാണ്. ആര് പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്, നബിയുടെ ശൈലിയാണ്. നമ്മൾ മക്കളെ ഉപദേശിക്കുമ്പോൾ അങ്ങനെ വേണം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി മാർക്ക് ലിസ്റ്റ് കൊണ്ടുവന്നു, 100-ൽ അവന് 87 മാർക്ക്. അവനെ ശാസിക്കുന്നതിന് പകരം, മോനെ അൽഹംദുലില്ലാ 87 മാർക്ക് എന്റെ പൊന്നുമോ വാങ്ങിച്ചല്ലോ, ഒരു നല്ലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ചുംബനമൊക്കെ കൊടുത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം അവൻ ആ ബാക്കി മാർക്ക് കൂടി വാങ്ങും, 13 മാർക്ക് കൂടി വാങ്ങിച്ച് 100-ൽ 100 തന്നെ വാങ്ങും ഇൻഷാ അല്ലാഹ്, അള്ളാഹു എന്റെ പൊന്നുമോനെ അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു വിട്ടാൽ അടുത്ത പ്രാവശ്യം മകൻ പരിശ്രമിക്കും.
ബാക്കി എവിടെ പോയാ 13 ഹയവാനേത് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ 100-ൽ 13 മാത്രമേ ഉള്ളൂ, ബാക്കി 87 ഇല്ല. അതാണ് നമുക്ക് പറ്റിയ തെറ്റ്. നമ്മളൊരു പോസിറ്റീവ് സ്ട്രോക്ക് കുട്ടിക്ക് ആദ്യം ഇട്ടുകൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതം പഠിക്കുന്ന നബിയുടെ ശൈലിയാണത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഡയലോഗ് ഖുറൈമുൽ അസദി എന്ന ചെറുപ്പക്കാരന്റെ കാതിലേക്ക് എത്തുകയാണ്. സുബ്ഹാനല്ലാഹ് ഫഅഖദ സിക്കീന. അദ്ദേഹം കത്തിയെടുക്കുകയാണ്, കത്രിക എടുക്കുകയാണ്, തന്റെ 2 ചെവിക്കുറ്റി നോക്കി മുടി മുറിക്കുകയാണ്, നന്നാവാ തുനിയുകയാണ്. നിര്യാണിക്ക് മുകളിലോട്ട് കണങ്കാല് വരെ വസ്ത്രം ഉയർത്തി വെച്ചു കൊണ്ടൊടുക്കുകയാ. അൽഹംദുലില്ലാഹ്, മരണം വരെ ആ നില തുടർന്നു എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാ.